വാർത്തകളിലേക്ക് മദ്യനയത്തിൽ ഉദ്യോഗസ്ഥതല ചർച്ച നടന്നെന്ന് സ്ഥിരീകരിച്ച് ചീഫ് സെക്രട്ടറി. മദ്യനയത്തിൽ മാറ്റം വരുത്തുന്നു എന്ന വാർത്ത അടിസ്ഥാനരഹിതം. ഡ്രൈഡേ വഴി കോടികൾ നഷ്ടമാകുന്നു എന്ന വിഷയം യോഗങ്ങളിൽ ഉന്നയിക്കപ്പെട്ടുവെന്നും ചീഫ് സെക്രട്ടറി വ്യക്തമാക്കി. അല്ലമീൻ നൽകും വിശദാംശങ്ങൾ. അല്ലമീൻ, അപ്പോൾ തലത്തിൽ ചർച്ച നടന്നു എന്ന് വിശദീകരിക്കുന്നു, അദ്ദേഹം സ്ഥിരീകരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്? അല്ലമീൻ, കേൾക്കാമെങ്കിൽ മദ്യനയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു. തുടർന്നോളൂ. ശ്രുതി, ഉദ്യോഗസ്ഥ തലത്തിൽ മദ്യനയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു എന്ന് തന്നെയാണ് ചീഫ് സെക്രട്ടറി വിശദീകരിച്ചിരിക്കുന്നത്. പക്ഷേ ആ ചർച്ചകളെ ദുർവ്യാഖ്യാനം ചെയ്തെന്നുകൂടി വിശദീകരണക്കുറിപ്പിൽ ചീഫ് സെക്രട്ടറി ചൂണ്ടിക്കാണിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് ഉദ്യോഗസ്ഥതല ചർച്ചകൾ നടന്നിരുന്നു. സാധാരണ നടക്കുന്ന ചർച്ചകളാണ്. ആ ചർച്ചകളിൽ ഡ്രൈഡേ മൂലം സംസ്ഥാനത്ത് സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നു എന്നൊരു വിമർശനം അല്ലെങ്കിൽ എന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അത്തരമൊരു അഭിപ്രായം പല ഉദ്യോഗസ്ഥരും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല, കേവലം ഒരു വർഷത്തിൽ 12 ദിവസത്തെ അവധി അല്ലെങ്കിൽ അതിലുള്ള നഷ്ടം എന്നതിനപ്പുറം ഈ ടൂറിസം രംഗത്തും വ്യവസായ മേഖലയിലും അതുമൂലം വിദേശത്തു നിന്നുള്ള പല ആളുകളും സംസ്ഥാനത്തേക്ക് വരാത്ത സാഹചര്യവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഡ്രൈഡേ വിഷയത്തിൽ ഒരു പുനരാലോചന വേണമെന്ന് ചില ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിച്ചു എന്നതൊഴിച്ചാൽ അക്കാര്യത്തിൽ തുടർ ചർച്ചകളോ അന്തിമ തീരുമാനമോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുകൂടി ചീഫ് സെക്രട്ടറി വിശദീകരിക്കുകയാണ്. പക്ഷേ അത്തരത്തിൽ നടന്ന പ്രാഥമിക ചർച്ചകളോ അല്ലെങ്കിൽ ആ ചർച്ചകളിൽ ഉയർന്നു വന്ന അഭിപ്രായങ്ങളെയോ ആണ് മറ്റു പല രീതിയിലും ദുർവ്യാഖ്യാനം ചെയ്യുന്നത് എന്നുള്ളതാണ് ചീഫ് സെക്രട്ടറി ചൂണ്ടിക്കാണിക്കുന്നത്. മദ്യനയത്തിൽ ഉദ്യോഗസ്ഥതല ചർച്ച നടന്നെന്ന് സ്ഥിരീകരിക്കുകയാണ് ചീഫ് സെക്രട്ടറി. വിശദാംശങ്ങളാണ് അല്ലമീൻ നൽകിയത്.